നന്ദി. ചടങ്ങുകളുടെ അവസാനം ചടങ്ങായി മാത്രം നടത്താറുള്ള ഒന്നാണ് നന്ദി പ്രകാശനം. കൃതജ്ഞത അർഹമായ ഒരു പ്രവൃത്തിയെങ്കിലും ചെയ്യാത്ത ആരുമുണ്ടാവില്ല. ഓരോ നന്ദി പ്രകാശനം 2 തരം പ്രചോദനങ്ങളാണ് ഉണ്ടാക്കാറുള്ളത്. ഒന്ന്, നന്ദി ലഭിക്കുന്നവൻ കൂടുതൽ നല്ല പ്രവൃത്തികൾ ചെയ്യും. നന്ദി പറയുന്നവർ വിനീതരാകും. നന്ദി കൂടുതൽ പറയേണ്ടത് നാം ദൈവത്തോടാണ്. പിന്നെ ആർക്കൊക്കെയാണ് നന്ദി പറയേണ്ടത്? വഴിത്തിരിവുകൾ സമ്മാനിച്ചവർക്ക്, തിരുത്തലുകൾ പറഞ്ഞവർക്ക്, നമ്മെ വളർത്തിയവർക്ക്, സ്വപ്നങ്ങൾ നൽകിയവർക്ക്, കൂടെ നിന്നവർക്ക്, ചവിട്ടുപടിയായവർക്ക്, തിരിതെളിച്ചവർക്ക്. ഇവിടെ അവസാനിക്കുന്നില്ല. ഒറ്റപ്പെടുത്തിയവർക്കും, കല്ലെറിഞ്ഞവർക്കും, തോൽപ്പിച്ചവർക്കും, വഴിമുടക്കിയവർക്കും നന്ദിയല്ലാതെ എന്താണ് നൽകേണ്ടത്? നമ്മളെ ഒന്ന് പാകപ്പെടുത്താൻ അനുഭവങ്ങൾ തന്നവരാണിവർ. അതിനാൽ നന്ദിയുള്ള വ്യക്തിയായി നാം മാറണം. അങ്ങനെ മാറുമ്പോൾ നാം ഏറ്റവും ശക്തിയുള്ള വ്യക്തിയായി തീരുന്നു. മറക്കരുത്.